ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ കൂടെയുണ്ട്. എം.ആർ. അജിത്കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം. ശുപാർശയ്ക്ക് മന്ത്രിസഭാ അംഗീകാരം. തിരുവനന്തപുരം. എ.ഡി.ജി.പി എം.ആർ. അജിത്കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് 2025 ജൂലൈ 1 സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത്കുമാറിന് സ്ഥാനക്കയറ്റം നൽകുക. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് അജിത്കുമാറിന് ഡിജിപി പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും ഡിജിപിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറുമടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. തൃശൂര് പൂരം കലക്കല്, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത്കുമാറിനെതിരെ അന്വേഷണം നടത്തുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് വിവിധ സുപ്രീംകോടതി വിധികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയത്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റിനിർത്താൻ ചട്ടമുള്ളൂ എന്നും ചീഫ് സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റിനിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു. അനധികൃത സ്വത്ത് ആരോപണത്തിൽ വിജിലൻസ് അടുത്തുതന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. എന്നാൽ RSS കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത്കുമാറിന്റെ വാദം തള്ളിയും സർവീസ് ചട്ടലംഘനമെന്ന സൂചന നൽകിയും DGP എസ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമസഭയിൽ വച്ചിരുന്നു. ദുരന്തത്തിന് തൊട്ടുപിന്നാലെ എന്തിനായിരുന്നു അത്തരമൊരു കത്ത്? കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുൻ രക്ഷാപ്രവർത്തനത്തിന്റെ പണം കേന്ദ്രം ആവശ്യപ്പെട്ടതിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132.62 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കഥയച്ചിരുന്നു. ഇക്കാര്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം. ജൂലൈ 30 വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. 2016, 2017 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ 7 ലക്ഷത്തിന് ചാർജുകൾ ഓർമ്മപ്പെടുത്തി 2024 ഒക്ടോബർ 22 കേന്ദ്രം കഥയച്ചിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടുപിന്നാലെ എങ്ങനെയാണ് ഇത്തരമൊരു മാന്ത്രിക ഓർമ്മപ്പെടുത്തൽ അയച്ചത് എന്നും കോടതി വാക്കാൽ ചോദിച്ചു. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ ആവശ്യമായ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവരുടെ ബെഞ്ച് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ആരാഞ്ഞത്. ദുരന്തത്തെ നേരിടാൻ സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കോടതി പറഞ്ഞു. രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേന്ദ്രത്തിന് നൽകാൻ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ SDRF വകയിരുത്തിയിട്ടുള്ള തുക വാങ്ങുന്നത് കുറച്ചുനാൾ നീട്ടിവെക്കുന്ന കാര്യം പരിഗണിക്കാനും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. 132.62 കോടി രൂപയിൽ 2024 മെയ് മാസം വരെയുള്ള 120 കോടി രൂപ കേരളം നൽകുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്നത് അനുവദിക്കാമോ എന്ന് ഇനി കേസ് പരിഗണിക്കുന്ന ജനുവരി 10 കേന്ദ്രം അറിയിക്കണം. ഇതിനൊപ്പം SDRFിലെ തുക ചെലവഴിക്കുന്നതിന് മാനദണ്ഡങ്ങളിൽ ആവശ്യമായ ഇളവ് അനുവദിക്കുന്ന കാര്യവും കേന്ദ്രം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ആശ്വാസമായി 219 കോടി രൂപ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അടുത്തിടെ 153 കോടി രൂപ കേന്ദ്രം അനുവദിച്ചെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായിരുന്നു. SDRFിലുള്ള തുകയുടെ 50% വിനിയോഗിക്കുന്നതിന് അനുസൃതമായി മാത്രമേ ഈ തുക ലഭിക്കൂ എന്നതായിരുന്നു ഇത്. എന്നാൽ SDRFിൽ 700.5 കോടി രൂപ ഉണ്ടെങ്കിലും ഇതിൽ 638.97 കോടി രൂപയും പലവിധ ആവശ്യങ്ങൾക്കായി ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുള്ളതാണ്. ബാക്കി വരുന്ന 61.03 കോടി രൂപ മാത്രമാണെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫലത്തിൽ 153 കോടി രൂപ ലഭിക്കില്ല എന്നതാണ് ഇതിനർത്ഥമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. തുടർന്നാണ് SDRFിൽ മുൻ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതിഫലമായി നീക്കിവെച്ചിട്ടുള്ള 120 കോടി രൂപ അടിയന്തരമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കാമോ എന്നറിയിക്കാനാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. പുതുവത്സരത്തിൽ വയനാട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഫെസ്റ്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കിരിലോവിന്റെ ജീവനെടുക്കാൻ കാരണം നിരോധിത ആയുധപ്രയോഗം. റഷ്യക്കാരെ കരുവാക്കി യുക്രൈൻ. മോസ്കോ. റഷ്യയിൽ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. യുക്രൈൻ-റഷ്യ യുദ്ധം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോൾ തിരിച്ചടികൾ റഷ്യയുടെ വീട്ടുപടിക്കൽ വരെ എത്തിയിരിക്കുന്നു. യുക്രൈൻ അതിർത്തിയിൽ മാത്രം ഒതുങ്ങിനിന്ന ആക്രമണങ്ങൾ നിയന്ത്രിത ആക്രമണങ്ങളുടെ രൂപത്തിൽ റഷ്യൻ നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. റഷ്യയുടെ ആണവ, രാസ, ജൈവായുധ സേനാ വിഭാഗം മേധാവി ജനറൽ ഇഗോർ കിരിലോവ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് മോസ്കോ നഗര ഹൃദയത്തിലാണ്. മോസ്കോയിലെ ഓഫീസിൽ നിന്നിറങ്ങി കിരിലോവ് കാറിൽ കയറാനൊരുങ്ങുമ്പോഴാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചത്. കിരിലോവിന്റെ അസിസ്റ്റന്റും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. വിദൂര നിയന്ത്രിത സ്ഫോടനമാണുണ്ടായതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം.
കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള 29കാരനായ ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി റഷ്യയുടെ സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. യുക്രൈൻ ഇന്റലിജൻസ് ഏജൻസികൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കിരിലോവിന്റെ കൊലപാതകത്തിനു കനത്ത തിരിച്ചടി നൽകുമെന്നാണ് റഷ്യ നൽകുന്ന സൂചന. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടെന്നായിരുന്നു റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. യുക്രൈനിലെ സൈനിക, രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്നാണ് ആശങ്ക. യുക്രൈൻ-റഷ്യ യുദ്ധം ആരംഭിച്ചതു മുതൽ നിരവധി പ്രമുഖരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. റഷ്യൻ TV കമന്റേറ്റർ ദാരിയ ദുബിന, റഷ്യയിലേക്ക് പലായനം ചെയ്ത മുൻ യുക്രൈൻ MP ഇലിയ കിവ, യുക്രൈൻ വിരുദ്ധനായ പ്രമുഖ മിലിറ്ററി ബ്ലോഗർ വ്ളാഡിമിർ ടറ്റാർസ്കി എന്നിവരടക്കം ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു. റഷ്യയിൽ കടന്നുകയറിയുള്ള ആക്രമണങ്ങൾക്ക് സർക്കാരിന് മറുപടി നൽകേണ്ടതുണ്ട്. റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള ഇന്റലിജൻസ് വീഴ്ചയടക്കം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ്. നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിരിലോവിനെ യുക്രൈൻ ലക്ഷ്യമിട്ടിരുന്നു. യുക്രൈനിന്റെ തെക്ക്, കിഴക്കൻ മേഖലകളിൽ 4800-ലേറെ തവണ നിരോധിത ആയുധം ഉപയോഗിച്ചെന്നാണ് ആരോപണം. രാസായുധങ്ങൾ സംബന്ധിച്ച 1993-ലെ കൺവെൻഷനിലെ തീരുമാനത്തിനു വിരുദ്ധമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചതിന് കിരിലോവിനെതിരെ SBU സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നായിരുന്നു കൊലപാതകം. 2023-ൽ കഫേയിലുണ്ടായ സ്ഫോടനത്തിലാണ് ബ്ലോഗർ വ്ളാഡിമിർ ടറ്റാർസ്കി കൊല്ലപ്പെട്ടത്. ടറ്റാർസ്കിക്ക് ഡാരിയ ട്രെപ്പോവയെന്ന യുവതി സമ്മാനിച്ച പ്രതിമ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് ഡാരിയ വിചാരണ സമയത്ത് പറഞ്ഞത്. യുക്രൈനിലെ യുദ്ധത്തോട് വിയോജിപ്പുള്ള ആളായിരുന്നു ഡാരിയ. 27 വർഷത്തെ തടവു ശിക്ഷയാണ് ഡാരിയയ്ക്ക് ലഭിച്ചത്. റഷ്യക്കകത്ത് നടന്ന പല ആക്രമണങ്ങളിലും റഷ്യൻ പൗരന്മാരുടെ ബന്ധം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം പൗരന്മാരെ സ്വാധീനിക്കുന്ന യുക്രൈൻ തന്ത്രമാണോ റഷ്യയ്ക്ക് ഇപ്പോൾ തലവേദന? കിരിലോവിന്റെ വധത്തോടെ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. പുതുപ്പാടിയിലെ വയൽ നികത്തലും കുന്നിടിക്കലും വ്യാപകമാകുന്നതായി പരാതി. പുതുപ്പാടി സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പുതുപ്പാടി, ഈങ്ങാപ്പുഴ വില്ലേജുകളിൽ രാത്രിയുടെ മറവിൽ അനധികൃതമായി കുന്നിടിക്കലും വയൽ നികത്തലും വ്യാപകം. പ്രളയവും വരൾച്ചയും നിരന്തരമാകുന്ന പ്രദേശങ്ങളിലാണ് വയൽ ഇത്തരത്തിൽ നികത്തപ്പെടുന്നത്. പരാതി ഉയരുമ്പോൾ മാത്രമാണ് പേരിന് ഒരന്വേഷണം നടത്തുന്നില്ലാതെ താലൂക്ക് RDOയ്ക്ക് മുകളിലേക്ക് തുടർ നടപടിയില്ലാത്തതും പോലീസിന്റെ പ്രഹസനവുമാണ് ഇത്തരം അനധികൃതമായ നിയമലംഘനങ്ങൾ വ്യാപകമാകുന്നതെന്ന് നാട്ടുകാരുടെ ആരോപണം. പുതുപ്പാടി പഞ്ചായത്തിന് സമീപം 2ഇടങ്ങളിലായി തണ്ണീർത്തടങ്ങൾ നികത്തിയതിനെതിരെ RMBയുടെ യുവജന വിഭാഗമായ റവല്യൂഷണറി യൂത്ത് ഈങ്ങാപ്പുഴ വില്ലേജ് ഓഫീസിൽ നൽകിയ പരാതി തുടർന്ന് സ്ഥലം ഉടമയ്ക്കെതിരെ സ്റ്റോപ്പ് മെമ്മോയടക്കം റിപ്പോർട്ടാക്കി RDOയ്ക്ക് നൽകുമെന്ന് ഈങ്ങാപ്പുഴ വില്ലേജ് ഓഫീസർ P സുകേഷ് അറിയിച്ചു. കൈതപ്പൊയിലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് പിക്കപ്പ് ലോറിയുമായി ഇടിച്ച് അപകടം, 10 പേർക്ക് പരിക്കേറ്റു. പുതുപ്പാടി കൈതപ്പൊയിലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. എതിരെ വന്ന പിക്കപ്പ് ലോറിയുമായി ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിക്കുകയായിരുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് ബാംഗ്ലൂരുവിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ 10 ശബരിമല തീർത്ഥാടകരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ചമൽ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കുന്നമംഗലം KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന കട്ടിപ്പാറ ചമല സ്വദേശി ജിബിന് ജോസഫ്, 22 ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:15ഓടെ കുന്നമംഗലം ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു അപകടം. യുവാവ് സഞ്ചരിച്ച ബൈക്ക് എരുമേലിയിലേക്ക് പോകുന്ന KSRTC സൂപ്പർ എക്സ്പ്രസുമായാണ് കൂട്ടിയിടിച്ചത്. ബസിന്റെ ഡ്രൈവറിരിക്കുന്ന ഭാഗവുമായാണ് കൂട്ടിയിടിച്ചത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. KCBC പുനരധിവാസ ഭവന പദ്ധതി ഉദ്ഘാടനം ഡിസംബർ 20-ന്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി KCBC നടപ്പിലാക്കുന്ന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം 20 വൈകുന്നേരം 5-ന് വിലങ്ങാട് KCBC ചെയർമാൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ നിർവഹിക്കും. കോഴിക്കോട് ബിഷപ്പും KRLCBC പ്രസിഡന്റുമായ ഡോക്ടർ വർഗീസ് ചക്കാലത്തിൽ അധ്യക്ഷത വഹിക്കും. KCBC സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല അനുഗ്രഹ പ്രഭാഷണവും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ആമുഖ പ്രഭാഷണവും നടത്തും. കോഴിക്കോട് ദേവഗിരി ഇടവകയാണ് ആദ്യത്തെ വീട് നിർമ്മിച്ചു നൽകുന്നത്. ഷാബി പറമ്പിൽ MP, EK വിജയൻ MLA, വാണിമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് P സുരയ്യ, നരിപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായി KCBCയുടെ നേതൃത്വത്തിൽ വിവിധ പ്രോജക്ടുകൾ നടപ്പിലാക്കി വരുന്നതായി കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം വയലിൽ, COD ഡയറക്ടർ ഫാദർ സായി പാറങ്കുളങ്ങര എന്നിവർ അറിയിച്ചു. വെള്ള കാർഡുകാരുടെ അഭിരുചിക്കനുസരിച്ച് അരി നൽകണം. റേഷൻ വ്യാപാരികൾ കോഴിക്കോട് വെള്ള റേഷൻ കാർഡുകാരുടെ അഭിരുചിക്കനുസരിച്ചുള്ള അരി വിതരണം ചെയ്യണമെന്ന് ആൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ, താലൂക്ക് ഭാരവാഹികളുടെ യോഗം ആവശ്യപ്പെട്ടു. നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി NPNS സമ്പന്ന വിഭാഗം കാർഡുകളായാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പരിഗണിക്കുന്നത്.
ശരാശരി 2 മുതൽ 5 കിലോഗ്രാം അരിയാണ് പ്രതിമാസം അനുവദിക്കുന്നതെങ്കിലും പല താലൂക്കുകളിലും സ്റ്റോക്കിന്റെ ആനുപാതികമനുസരിച്ച് പുഴുങ്ങല്ലരി, പച്ചരി, കുത്തരി എന്നീ ഇനങ്ങൾ വിഹിതം വെച്ച് ഓരോ കാർഡുകാരനും നൽകുകയാണ്. ഈ തുകാരണം ഉപഭോക്താക്കളിൽ പ്രതിഷേധം ഉയരുകയും പല വെള്ള കാർഡുകാരും റേഷൻ വാങ്ങുന്നതിൽ നിന്ന് അകന്നു നിൽക്കുകയുമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. കാർഡുടമകളുടെ അഭിരുചിക്കനുസരിച്ച് ഒരു ഇനമാക്കി ജില്ലകളിൽ പച്ചരി, പുഴുങ്ങല്ലരി, കുത്തരി ഒരേ രീതിയിൽ പോളിസി നിശ്ചയിച്ചു വിതരണം ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കുത്തരി താൽപ്പര്യമുള്ള ജില്ലകളിൽ കൂടുതൽ കുത്തരി നൽകിയും കുത്തരി പ്രിയം കുറഞ്ഞ വടക്കൻ ജില്ലകളിൽ പുഴുങ്ങല്ലരിയും വിതരണത്തിന് നൽകണമെന്ന് യോഗം നിർദ്ദേശിച്ചു. തൃശൂരിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി, ജോൺസൺ വിളവിനാൽ, വി ഉണ്ണികൃഷ്ണപിള്ള ചെങ്ങന്നൂർ എന്നിവർ പ്രസംഗിച്ചു. യാത്രാകൂലി ചോദിച്ചതിന് പൊതിരെ തല്ലി അജ്ഞാതൻ, ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. തിരുവമ്പാടി ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് ഒരാൾ ഷാഹുൽ ഹമീദിന്റെ ഓട്ടോയിൽ കയറി. കൂടരഞ്ഞിയിലേക്കായിരുന്നു ട്രിപ്പ് വിളിച്ചത്. കൂടരഞ്ഞിയിലെത്തിയപ്പോൾ യാത്രക്കാരൻ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങാതെ ഉറങ്ങുകയായിരുന്നു. ഇതോടെ തട്ടുവിളിച്ചു. കൂടരഞ്ഞിയെത്തിയെന്നും അറിയിച്ചു. ഇതോടെ വണ്ടി തിരിച്ചുവിടാൻ യാത്രക്കാരൻ പറഞ്ഞു. തിരികെ വരുന്നതിനിടെ കരിഞ്ചിക്ക് എത്തിയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി പൈസ ചോദിച്ചു. 120 രൂപയാണെന്ന് പറഞ്ഞു. അതോടെ നിനക്കെന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്നും പിടിച്ചു വണ്ടിയിൽ നിന്നും പുറത്തേക്കിട്ട് മർദ്ദിച്ചു. ശബ്ദം കേട്ട് സമീപത്തുള്ളവരെത്തുമ്പോഴേക്ക് പ്രതി മുങ്ങി. പരിസരത്തെല്ലാം തിരഞ്ഞെങ്കിലും ആളെ കണ്ടെത്താനായില്ല. മുണ്ടും നീല ഷർട്ടുമാണ് യാത്രക്കാരൻ ധരിച്ചിരുന്നതെന്ന് ഷാഹുൽ ഹമീദ് പറഞ്ഞു. കൈയിൽ ഒരു ബാഗുമുണ്ടായിരുന്നു. പ്രതിയുടെ മർദ്ദനത്തിൽ ഷാഹുൽ ഹമീദിന്റെ കൈക്ക് പൊട്ടലുണ്ട്. 30 വർഷമായി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ വരുമാനം മുടങ്ങി. തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രദേശത്ത് CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടിയിൽ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇ.ടി. കെ ശിവൻ, മുനീർ കാരാടി, സൈതലവി, KV ഷിജു, വേണുഗോപാൽ കുര്യാപ്പി, മുനീർ കാരാടി, അബ്ദുറഹ്മാൻ ആക്കപറമ്പൻ എന്നിവർ സംസാരിച്ചു. ഫാദർ എഫ്രേം പൊട്ടനാനിക്കൽ 84 നിര്യാതനായി. കോടഞ്ചേരി താമരശ്ശേരി രൂപതാംഗം ഫാദർ എഫ്രേം പൊട്ടനാനിക്കൽ 84 നിര്യാതനായി. ഈരുട് വിയാണി വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.